ഒരു വികസന വിരുദ്ധരാണ് എന്താണ്. അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന സർക്കാർ ആശുപത്രികൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട രോഗികൾ വരുന്ന ഈ കേരളത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന സത്യം അത് യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ന്യായീകരണ പരിപാടിയും മറ്റേ PR മാനേജ്മെന്റും അതാണ് ആരോഗ്യരംഗത്തെ നശിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം PR വർക്കാണ്. ഇല്ലാത്തത് പൊലിപ്പിച്ച് കാണിക്കുന്ന PR വർക്ക് നടത്തി അധികം നാൾ ആളുകളെ കബളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹെൽത്ത് കമ്മീഷൻ UDF പ്രഖ്യാപിക്കുകയാണ്. ആ ഹെൽത്ത് കമ്മീഷൻ ഗൗരവമായ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകൾ ഉൾപ്പെടുന്ന ഹെൽത്ത് കമ്മീഷനാണ് UDF എന്ന് പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ഭാഗമായി ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തും. ഗൗരവത്തോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ ആരോഗ്യരംഗത്തെ സമീപിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ കൂടി ഗൗരവത്തോടുകൂടി സർക്കാർ ഇതിനോട് സമീപിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഹെൽത്ത് കമ്മീഷൻ വിശദമായ പഠനം, കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർച്ച എന്താണ് കാരണമെന്നുള്ള എക്സ്പേർട്ടുകളുടെ പഠനമാണ്. പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളാണ്, പൊതുജന ആരോഗ്യ വിദഗ്ധരെ. സൂക്ഷ്മമായി ഈ ആരോഗ്യ മേഖലയിൽ ഇടപെടാൻ പോകുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. ഹെൽത്ത് കോൺക്ലേവ് നടത്തും, ഹെൽത്ത് കമ്മീഷനെ രൂപീകരിക്കും. ആരോഗ്യ മേഖലയിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, പ്രതിസന്ധികൾ, അതെല്ലാം സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാൻ എന്നുള്ള ദൗത്യം ആയി മുന്നോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം.